ഒരു ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്നോട് യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ തന്നെ ഉദ്ദേശിച്ചത് എൻ്റെ മാത്രം ഉദ്ദേശിച്ചതായിട്ട് ഇങ്ങനെ സംഭവിച്ചാണ്ട് ഞാൻ പേടിച്ച് വരേണ്ട. ആദ്യം ഓൾറെഡി ഞാൻ പോലും എനിക്കറിയത്തില്ല ചേച്ചിയോട് സംസാരിച്ചല്ലോ അത്രയും. ശിവരാത്രിയുടെ തലേന്നത്തെയും ശിവരാത്രിയുടെ അന്നത്തെയും ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ ഒരു വ്ലോഗ് കേട്ടോ. അപ്പോൾ ശിവരാത്രിയുടെ തലേ ദിവസം നമ്മൾ നേരെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് തൊഴുതു കഴിഞ്ഞിട്ട് കുളത്തിൻ്റെ അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ട് കുളത്തിൻ്റെ ഈ ഭാഗത്തോട്ടൊക്കെ ആയിട്ട് വരുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ മീനിന് തീറ്റ വാങ്ങിച്ചിട്ട് കൊടുക്കാനായിട്ട് പോയി കേട്ടോ. അവിടെ തീറ്റ കിട്ടുമായിരുന്നു, അവലായിരുന്നു കേട്ടോ. 10 രൂപ ഉള്ളായിരുന്നു. 10 രൂപയ്ക്ക് നമുക്ക് അവല് വാങ്ങിച്ച് മീനുകൾക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നീലൂട്ടനും അച്ഛനും കൂടി മീനിന് തീറ്റയൊക്കെ കൊടുക്കും. വലിയ മീനുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കുളത്തിൽ ഇത്രയും വലിയ മീനുകളെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ ഇത്രയും വലിയ മീനുകളെ ഒരു അമ്പലക്കുളത്തിൽ കാണുന്നത്. ചിലപ്പോൾ ഒരുപാട് കുളങ്ങളിൽ ഇതിലും വലിയ മീനുകളൊക്കെ കാണുമായിരിക്കും കേട്ടോ. ഞാൻ കാണാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുമ്പം എനിക്കല്ലെങ്കിലും ആദ്യമായിട്ട് എന്തെങ്കിലും കാണുമ്പോഴത്തേന് ഭയങ്കര ക്യൂരിയോസിറ്റി കേട്ടോ. അത് കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കാൻ തോന്നി, എപ്പോഴും കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ മീനിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വരിക കേട്ടോ. അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ റോഡ് ഉണ്ട് കേട്ടോ, അങ്ങനെ നടന്നു പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചുറ്റി കറങ്ങി അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്, കുറച്ച് സാധനമല്ല, നീലൂട്ടന് കാറ് ഉണ്ട്. അപ്പോൾ നീലൂട്ടൊരു കാറ് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോൾ എനിക്കൊരു വളയും ചേട്ടായിക്കൊരു ചെയിനും എടുത്തു. ആ ചെയിന് ഞാനിങ്ങനെ കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ, എനിക്കിടാനായിട്ട്. ഞാൻ വെളിയിൽ മുറ്റത്തിറങ്ങി പോയപ്പോൾ ഒരു അപ്പൂപ്പന്താടി കിട്ടിയ ഇത് കൊണ്ടുവന്ന് നീലൂട്ടനെ കാണിക്കട്ടെ. എന്തായിരിക്കും അവൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. അവനെ കാണിച്ചു കൊടുക്കാം. നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയ അല്ലേ ഇതൊക്കെ. ഇതായി പൂച്ചക്കുട്ടി എവിടെ എന്താടാ നീലു ഇത് നോക്കടാ. ഇത് നോക്ക്, അപ്പൂപ്പന്താടി. അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടിയടാ. അയ്യേ പേടിച്ചു പോന്നവൻ. അപ്പൂപ്പന്താടി കൈവിട്, ഊതി വിട്. വീടല്ലേ ഊതി വിട്. ഊതടാ. എവിടെ കാണാതെ പോയോ? നമുക്ക് വേറെ കിട്ടും. അന്നേരം അമ്മ തരാം. ഇനി വേറെ കിട്ടുമ്പോൾ തരാം. ഇനി ഇല്ലടാ, അതേ ഉള്ളായിരുന്നു. ഇനി വേറെ കിട്ടുമ്പോൾ അമ്മ തരാം. പോയിരുന്ന് കളിച്ചോ. അവൻ ഇതുവരെ അത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൂപ്പന്താടി എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അവൻ അറിയത്തില്ല. ആഹാ, ഇതാരാ ഞാനൊന്ന് പോയപ്പോഴത്തേനും അകത്ത് കയറിയത്? എന്തുവാടാ? ഒന്നുമില്ല, മീനൊന്നും ഇല്ല തരാൻ. ഇന്ന് ശിവരാത്രിയാടാ, ഇന്ന് മീനൊന്നും കഴിച്ചുകൂടാ. ചോറും സാമ്പാറും തരട്ടെ? അത് പോയി, ഇനി വേറെ വരും. അപ്പം നമുക്ക് എടുക്കാം. അതേ ഉള്ളായിരുന്നു ഒരെണ്ണം. ഇനി വരുമ്പോൾ അമ്മ എടുത്ത് തരാം. പൂച്ച പോട്ടെ. പൂച്ചേനെ ഓടിക്കരുത്. ആ, നമുക്ക് കഴുകാം. ഇപ്പം കാണുന്നത് ശിവരാത്രിയുടെ അന്നത്തെ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. രാത്രി ഒരു 10 മണി ആയപ്പോഴത്തേനും നമ്മുടെ അവിടെ ശിവൻ്റെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. പക്ഷേ ആ അമ്പലത്തിൽ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. എനിക്ക് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ചേട്ടായി നിർബന്ധിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതിൻ്റെതായിട്ടുള്ള ദേഷ്യം മുഖത്ത് കാണുന്നുണ്ട്. ചിരിക്കുന്നേ, ഇല്ലെങ്കിൽ മുമ്പിൽ ഇരുന്നേനെ. കുറേ അധികം വഴിതെറ്റലുകൾക്ക് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയതിന് ശേഷമാണ് ചേട്ടായി പറയുന്നത്. ചേട്ടായി ഒരുപാട് പ്രാവശ്യം ഇതിലേക്കൂടെ വന്നിട്ടുണ്ട്. നെടുമങ്ങാടൊക്കെ പോകുന്നത് ഈ ഒരു റോഡ് വഴിയാണ്, ഈ ഇരിക്കുന്ന പാലം വഴിയാണെന്നൊക്കെ പുള്ളിക്കാരൻ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുലശേഖരമാണ് എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരന് മനസ്സിലായില്ല ഇതാണ് അമ്പലമെന്ന്. അതൊക്കെ പോട്ടെ. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ വന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. അങ്ങനെ ഇതാ കുട്ടികളുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറേ റാട്ടടിച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഒരു ചേച്ചി ഞങ്ങളോട് സംസാരിച്ചായിരുന്നു കേട്ടോ. അത് പറയാനാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷവും സങ്കടവും ഉണ്ട് കേട്ടോ. ആ ചേച്ചിയോട് നേരെ ചൊവ്വൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമായതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് അന്നേരം ഞാൻ കാണിച്ചായിരുന്നെങ്കിൽ ആ ചേച്ചിയോട് മര്യാദയ്ക്ക് നിന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. പാവം ആ ചേച്ചി എന്തോ വിചാരിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല. ചേച്ചി മെയിനായിട്ട് ചോദിക്കേണ്ടത് ആ ചേച്ചിയുടെ പേരായിരുന്നു കേട്ടോ. ചേച്ചിയുടെ പേര് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ആ സമയത്ത് സംഭവിച്ചത് ഞാനില്ല പിന്നെ പന്തം കണ്ട പെരിച്ചാഴി നിൽക്കൂലേ, അതേപോലെ ആയിരുന്നു. ആ ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അത് ഫീൽ ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ ചേച്ചി എന്തോ വിചാരിച്ചാണോ എന്തോ, എനിക്കൊരു സമാധാനവും ഇല്ല. കാരണം ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇത്രയും നാൾ വീഡിയോ ചെയ്തതിന് ശേഷം എന്നോട് ആദ്യമായിട്ട് ഒരാൾ വീഡിയോ കണ്ട് പരിചയമാണ് എന്നും പറഞ്ഞ് എന്നോട് വന്ന് സംസാരിക്കുന്നത് കേട്ടോ. അതിൻ്റേതായിട്ടുള്ളൊരു വെപ്രാളവും പരവേശവും ഒക്കെ എനിക്ക് ആ സമയത്തുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റത്തില്ല എനിക്ക്. ആ ചേച്ചിയുടെ കൂടെ നിന്നൊരു വീഡിയോ എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഒരു ബോധോദയം വന്നത് ആ ചേച്ചി പോയതിന് ശേഷമാണ് കേട്ടോ. ആ ചേച്ചി പോയിട്ട് ചേച്ചിയുടെ മോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി എനിക്ക്. കാരണം രണ്ടുപേരും കൂടെ വന്ന് എന്നോട് സംസാരിച്ചപ്പോഴേ, ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്, അങ്ങനെ ആ ഒരു ടൈപ്പ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ വീഡിയോസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ഉത്സവമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ആദ്യം പോയപ്പോൾ വഴിയൊക്കെ തെറ്റിപ്പോയേ. ഇവിടുന്ന് ചെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഏത് അമ്പലമാണെന്ന് അറിയത്തില്ല. നമ്മുടെ ഇവിടുത്തെ കലയമ്മ പറഞ്ഞിട്ട് പോയതായിരുന്നു. ചേട്ടായി ജോലിയും കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇവിടെ ഏതോ ഒരു മഹാദേവൻ്റെ അമ്പലമുണ്ട്, അവിടെ ഉത്സവം നടക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ആദ്യം അടിച്ച് വഴക്കുണ്ടാക്കിയായിരുന്നു പോയത്. അതിവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇടത്തോട്ടാണ് പോകേണ്ടതെന്ന്. ഇടത്തോട്ട് പോയപ്പോൾ വഴി തെറ്റി. അങ്ങോട്ടല്ല പോകേണ്ടത്, വലത്തോട്ടായിരുന്നു പോകേണ്ടത്. പിന്നെ വലത്തോട്ട് പോയിട്ട് നേരെ വഴി കൂടെ പോയിട്ട് വേറെ ഏതോ ഒരു അമ്പലത്തിൽ ചെന്ന് കയറി. അവിടെ ഉത്സവം നടക്കുമായിരുന്നു. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് പിന്നെ തിരിച്ച് വിചാരിച്ച് അതാ അമ്പലം എന്നും പറഞ്ഞിരിക്കുക. തിരിച്ച് ഞങ്ങൾ വരാനായിട്ട് വന്നപ്പോൾ ചേട്ടായി തന്നെ നമുക്ക് മറ്റേ വഴി കൂടി ഒന്ന് പോയിട്ട് വരാം, പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി നേരെ ചെന്നത് ഈ മെയിൻ ഉത്സവം നടക്കുന്ന അമ്പലത്തിലായിരുന്നു. നേരെ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, ഡാൻസ് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കുന്നതിന് എന്തോ പറയാൻ വരുവാന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഇത് ഓഫ് ചെയ്തിട്ട് താത്ത് വെച്ചേ. ഒന്നാമതേ ഈ സ്റ്റാൻഡും പൊക്കി പിടിച്ചിട്ട് ആദ്യമായിട്ട് ഇത്രയും ആൾക്കാർ നിൽക്കുന്നിടത്തോട്ട് പോകുന്നത്. അപ്പോൾ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് ചമ്മേണ്ട ആവശ്യമില്ല, നമുക്ക് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ചേച്ചി എന്നോട് യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണെന്ന്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇനി ഈ ചേച്ചിക്ക് ആൾ വല്ലതും മാറിപ്പോയോന്നേ, ഇനി വേറെ ആരെങ്കിലും ആണെന്നും പറഞ്ഞ് എന്നോട് സംസാരിക്കുവാണെന്നു പറഞ്ഞിരിക്കുമായിരിക്കും. ടെൻഷൻ. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവമല്ലേ. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടില്ലേ 5K സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ എന്നെ തന്നെ ഉദ്ദേശിച്ചത് എന്നെ മാത്രം ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ തന്നെ ഉദ്ദേശിച്ചു. പക്ഷേ എന്നാലും എനിക്ക് ആ ചേച്ചി എന്തെങ്കിലും വിചാരിച്ചതാണോ എന്തോ, ഞാൻ എന്തോ പോലെ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചാണ്ട് ഞാൻ പേടിച്ച് വരണ്ട്. ആദ്യം ഓൾറെഡി ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചിനി വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും പറയാനായിട്ട് വരുന്ന ആരോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണെന്ന്. ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പേടിയും ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ സംസാരിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. ചേച്ചിയോട് എന്തൊക്കെയോ അയ്യോ എനിക്കറിഞ്ഞൂടാ. ആ ചേച്ചി പോയി കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ എന്നോട് പറഞ്ഞ എടി നീ എന്താടി വീഡിയോ എടുക്കാൻ. ഞാൻ ഒരു ചേച്ചി മോളും കൂടെ ആയിരുന്നു വന്നേ. ആ ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിച്ചില്ലെന്ന് തോന്നുന്നു. ഞാൻ ആ ഒരു ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തോ ചോദിക്കണോ എന്തോ പറയണമെന്നൊരു പിടിയില്ലായിരുന്നു. ആ ചേച്ചി എന്തേലും വിചാരിക്കുമോ എന്തോ. ചേച്ചി എൻ്റെ ഈ വീഡിയോ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്നും വിചാരിക്കില്ലേ. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുന്നതൊക്കെ ആദ്യത്തെ സംഭവം ആയതുകൊണ്ടാട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീടാണ് ഞാൻ ആലോചിച്ചത് ചേച്ചിയുടെ ഒരു വീഡിയോ എടുക്കേണ്ടതായിരുന്നു, ചേച്ചിയുടെ മോളെ ഒരു വീഡിയോ എടുക്കേണ്ടതായിരുന്നു. മോൾ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ആദ്യത്തെ സംഭവമായി പോയി. ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ ഞാൻ ചേച്ചിയുടെ മുഖത്തോട്ടേക്ക് അയ്യോ പാവം ചേച്ചി കേട്ടോ, വന്ന് സംസാരിച്ചല്ലോ, അത്രയും സന്തോഷം. എനിക്ക് ഒരു വിഷമമുള്ളത് എനിക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പിടിയില്ല. ഞാനെന്തോ പേടിച്ച് വരേണ്ട നിൽക്കുമ്പോഴൊക്കെ നിൽക്കുമായിരുന്നു. ആ ചേച്ചി സംസാരിച്ചപ്പോഴും വന്നിട്ട് അയ്യോ ഭയങ്കര സന്തോഷം. എന്തായാലും ആ ചേച്ചി വന്ന് എന്നോട് സംസാരിച്ചല്ലോ, ഹാപ്പി.
ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ, ചേച്ചിയാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ശിവരാത്രി ഉത്സവമൊക്കെ കണ്ടു. ഇന്നലെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടൊന്നും പറ്റിയില്ല. അവിടെ പരിപാടിയൊന്നും തുടങ്ങാറായില്ലായിരുന്നു ഇന്നലെ ഞങ്ങൾ ശ്രീകണ്ഠേശ്വരത്ത് പോയപ്പോഴത്തേനും. പിന്നെ ഇന്ന് പോയിട്ട് ഡാൻസൊക്കെ കണ്ടു, നമ്മുടെ ചേച്ചീനെ കണ്ടു. പിന്നെ അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ശിവരാത്രി മഹോത്സവമായിട്ടുള്ള നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണുമ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.